യുദ്ധ ആശങ്ക ഒഴിയാത്ത മറ്റൊരു വാർത്താ ദിനത്തിലേക്കാണ്. മധ്യപൂർവേഷ്യയിൽ സംഘർഷം തുടരുകയാണ്. 4ാം ദിനവും ഇസ്രയേലിന് നേരെ വീണ്ടും ഇറാന്റെ മിസൈൽ ആക്രമണമുണ്ടായി. മധ്യ ഇസ്രയേൽ അപായ സൈറനുകൾ മുഴങ്ങി. ടെഹ്റാനിലെ ഇറാൻ സ്റ്റേറ്റ് ടിവിക്ക് നേരെ ഇസ്രയേലിന്റെ ആക്രമണമുണ്ടായി. US ഇസ്രയേൽ സംയുക്ത ആക്രമണത്തിൽ ഇറാനിൽ മരണം 555 എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന കണക്ക്. ഇസ്രയേൽ ഉൾപ്പെടെ മധ്യ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് എത്രയും വേഗം ഒഴിയാൻ അമേരിക്ക പൗരന്മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇറാനെതിരായ സൈനിക നടപടി ആഴ്ചകൾ വരെ നീളുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയത്. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് S. രാംകുമാർ ചേരുകയാണ്. റാം, ഏറ്റവും ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഈ യുദ്ധത്തെ ന്യായീകരിച്ച് രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടു. ഇത് 4ാം ദിവസവും മധ്യപൂർവേഷ്യ വലിയ സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്കാണ്. ഇപ്പോൾ ഇന്ന് ഈ ദിവസം പുലരുമ്പോൾ എങ്ങനെയാണ് അവിടെയുള്ള സ്ഥിതിഗതികൾ? പ്രതീക്ഷാവഹമായ എന്തെങ്കിലും നമുക്ക് ലഭ്യമാകുന്നുണ്ടോ? ദിൽന, ഈ നിമിഷം വരെ അത്തരത്തിൽ ഒരു പ്രതീക്ഷ നൽകുന്ന എന്തെങ്കിലും ഒരു സൂചന പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്നില്ല എന്ന് മാത്രമല്ല, ഈ ആക്രമണം അതിശക്തമായി തന്നെ തുടരുകയാണ് ഇരുപക്ഷത്തു നിന്നും. ഇപ്പോൾ ഇസ്രയേലിലെ മധ്യ ഇസ്രയേലിൽ ഉൾപ്പെടെ വലിയ അപായ സൈറനുകൾ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ലെബനനിൽ നിന്നുള്ള മിസൈലുകളല്ല, മറിച്ച് ഇറാനിൽ നിന്നുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ തന്നെയാണ് എന്ന് IDF സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. അതിനർത്ഥം ഇറാൻ ആക്രമണം തുടരുന്നു എന്ന് തന്നെയാണ്. അതേസമയം തന്നെ ഇസ്രയേൽ തിരിച്ചടിക്കുന്നുണ്ട്. ഇസ്രയേൽ ഒരു ബഹുമുഖ ആക്രമണത്തിനാണ് ഇസ്രായേൽ ഇപ്പോൾ നേതൃത്വം നൽകുന്നത്. ഇസ്രായേൽ ഒരേ സമയം ലെബനനിൽ ആക്രമണം നടത്തുന്നു. ബെയ്റൂത്തിൽ അവിടെ ഹിസ്ബുല്ലയ്ക്ക് എതിരായിട്ടാണ് ലെബനനിൽ ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലും ഇസ്രായേൽ പുതിയൊരു ഘട്ടത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ആക്രമണത്തിന്. അവിടെ ഇറാന്റെ സ്റ്റേറ്റ് ടിവിക്ക് നേരെ, അവരുടെ മന്ദിരത്തിന് നേരെ ആക്രമണമുണ്ടായി എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. അതേസമയം തന്നെ ദോഹയിൽ ചില ശബ്ദങ്ങൾ കേട്ടു എന്ന് ഇപ്പോൾ അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനിടെ ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്ന് ഒരു 12ലേറെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്ന്, ഇസ്രായേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് എത്രയും വേഗം പൗരന്മാർ ഒഴിഞ്ഞു പോകണമെന്ന് US ഇപ്പോൾ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ സംഭവിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ യുദ്ധം 4 ആഴ്ചയോ ചിലപ്പോൾ 5 ആഴ്ച നീണ്ടേക്കാം, ചിലപ്പോൾ അതിൽ കൂടുതലും നീണ്ടുപോയേക്കാം എന്നാണ് പറഞ്ഞത്. അതിനർത്ഥം ഇവിടെ ഒരു സമവായത്തിന്റെ, ഒരു നയതന്ത്രത്തിന്റെ വഴി തുറക്കുന്നില്ല എന്ന് തന്നെയാണ്. ഇറാനുമായി ഇപ്പോൾ നിലവിൽ ഒരു മധ്യസ്ഥതയ്ക്ക് ഒമാൻ മാത്രമാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. കാരണം നമുക്കറിയാം, മറ്റ് ഗൾഫ് രാജ്യങ്ങളിലെല്ലാം തന്നെ ഇറാൻ ശക്തമായ ആക്രമണങ്ങൾ നടത്തുകയാണ്. ഖത്തറിലും UAE-ലും എല്ലാം തുടർച്ചയായ ആക്രമണങ്ങളാണ് ഇറാൻ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന രാജ്യങ്ങളൊന്നും തന്നെ ഒരു മധ്യസ്ഥ ശ്രമവുമായി മുന്നോട്ട് വരുന്നില്ല. ആകെ വന്നിട്ടുള്ളത് ഒമാൻ മാത്രമാണ്. ഒമാനിലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇറാന്റെ ആക്രമണമുണ്ടായി. ഒമാൻ തീരത്തുകൂടി പോയ എണ്ണ ടാങ്കറുകൾക്ക് നേരെ ആക്രമണമുണ്ടായി. ഇതിൽ ഇന്ത്യക്കാരുൾപ്പെടെ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ ഇറാൻ മാത്രമാണ് ഒരു നയതന്ത്രത്തിന്റെ പാത അടഞ്ഞിട്ടില്ല എന്നുള്ള ഒരു പ്രതികരണം നടത്തിയിട്ടുള്ളത്. മറ്റ് രാഷ്ട്രങ്ങളെല്ലാം തന്നെ ഇറാന്റെ ആക്രമണത്തെ അതിശക്തമായി അപലപിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. തിരിച്ചടിക്കാനുള്ള എല്ലാ അവകാശങ്ങളും തങ്ങൾക്കുണ്ട് എന്ന് കുവൈറ്റും UAE-യും ഖത്തറും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ അവർ ഒരു പ്രത്യാക്രമണത്തിന് മുതിർന്നിട്ടില്ല. അത് മാത്രമാണ് ഒരു ആശാവഹമായ കാര്യം. അതേസമയം തന്നെ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള ആക്രമണം, അവർ തമ്മിലുള്ള ഒരു പോര്, അത് അതിശക്തമായി തന്നെ തുടരുകയാണ്. ദിൽന, റാമി, യുദ്ധം തുടങ്ങിയത് സംയുക്തമായ ഒരു ആക്രമണം ഇറാനിലേക്ക് ഇസ്രയേലും അമേരിക്കയും നടത്തിയതുകൊണ്ടാണ്. പക്ഷേ ഇറാൻ, ഇസ്രയേൽ, അമേരിക്ക ഈ 3 രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു പോരാട്ടം എന്നതിനപ്പുറത്തോട്ട് ഒരു മേഖലയാകെ ഇതിൽ ഒന്നടങ്കം രംഗത്തേക്ക് വരുന്ന സാഹചര്യമുണ്ട്. നമുക്കറിയാം, GCC രാജ്യങ്ങളിൽ, ഗൾഫ് രാജ്യങ്ങളിലേക്കെല്ലാം നടത്തിയ ഇറാന്റെ ആക്രമണം, അതിനെതിരെ ആക്രമണങ്ങൾ ഈ രാജ്യങ്ങളിൽ നിന്നുണ്ടായിട്ടില്ലെങ്കിലും വലിയ രീതിയിലുള്ള അമർഷം ലോകമെമ്പാടും ഇറാനെതിരെ അതുണ്ടാക്കാൻ കാരണമായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഗ്രീസ് അടക്കം യുദ്ധവിമാനങ്ങൾ, യുദ്ധക്കപ്പലുകൾ സൈപ്രസിനെ സഹായിക്കാൻ ഇറക്കുന്ന രീതിയിലേക്ക് യൂറോപ്പിലെയും ഏഷ്യയിലെയും ഒരു വലിയ കൂട്ടം രാജ്യങ്ങൾ നേരിട്ടോ അല്ലാതെയോ ബന്ധപ്പെടുന്ന, ഇതിൽ പങ്കാളികളാകുന്ന ഒരു യുദ്ധം എന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോവുകയാണ്. ശാശ്വതമായി എന്നേക്കൊരു പരിഹാരം എന്ന് തന്നെയാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ, ഇവിടുത്തെ ജനങ്ങളെ അടക്കം വലിയ രീതിയിൽ ബാധിക്കുന്ന എണ്ണവില ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ദീർഘകാലത്തേക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് യുദ്ധം മാറുകയാണ്. നീണ്ടുപോകുന്ന ഒരു യുദ്ധമായി ഒരിക്കലും മാറില്ല എന്ന് അമേരിക്ക കഴിഞ്ഞ ദിവസം
അവകാശപ്പെട്ടിരുന്നു. പക്ഷേ ഈ യുദ്ധം ഈ നിമിഷം അവസാനിപ്പിക്കാൻ അമേരിക്ക മാത്രം വിചാരിച്ചാൽ, ഇസ്രയേൽ മാത്രം വിചാരിച്ചാൽ സാധിക്കാത്ത തലത്തിലേക്ക്, വലിയ നിലയിലേക്ക് ഈ അവസ്ഥ മാറിയിട്ടുണ്ട്. എങ്ങനെ, ഏത് രീതിയിലുള്ള ഒരു പ്രതിവിധി ഇതിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. ഇറാന്റെ തുടർന്നുള്ള നീക്കങ്ങൾ, പുതിയ നേതാക്കളെ അടക്കം, പുതിയ പരമോന്നത നേതാവിനെ അടക്കം തിരഞ്ഞെടുക്കേണ്ട ഒരു വലിയ ഘട്ടത്തിലേക്ക് ഇറാൻ പോവുകയാണ്. ഐക്യരാഷ്ട്രസഭ പോലുള്ള സംഘടനകൾ എങ്ങനെയാണ് ഈ സംഭവത്തെ നോക്കിക്കാണുന്നത്? അവർ ഈ വിഷയത്തിൽ ഏത് രീതിയിലുള്ള ഇടപെടലാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്? ദിൽന, അടിസ്ഥാനപരമായി ഇത് ഇസ്രയേലിന്റെ യുദ്ധമാണ്. ഇറാനെതിരെ ഇസ്രയേൽ കാലങ്ങളായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ ആഗ്രഹിച്ച ഒരു യുദ്ധമാണ് ഇത്. ഇതിൽ അമേരിക്ക കൂടി ഇതിൽ ഉൾപ്പെടാൻ നിർബന്ധിതരാവുകയായിരുന്നു. എന്നാൽ ഇവരുടെ ആദ്യത്തെ ഒരു കണക്കുകൂട്ടൽ എന്ന് പറയുന്നത് ഒരു 4 ദിവസം കൊണ്ട് തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കുക, ഖമനേയെ വധിക്കുക എന്ന് തന്നെയായിരുന്നു പരമപ്രധാനമായ ലക്ഷ്യം. ആദ്യഘട്ടത്തിൽ തന്നെ ഖമനേയെ വധിക്കുക, തുടർന്ന് ചില പ്രത്യാക്രമണങ്ങൾ ഉണ്ടാകാമെങ്കിലും അത് ഒരു 3-4 ദിവസം കൊണ്ട് അതിനെ അതിജീവിക്കുക. അതിനുശേഷം ഇറാനിലെ ഒരു ഭരണകൂട അട്ടിമറിയിലൂടെ ഇവരുടെ ലക്ഷ്യം കൈവരിക്കുക. ഈ ഒരു സ്ട്രാറ്റജിയിലാണ് ഇസ്രയേലും US-ഉം ഈ ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചത്. എന്നാൽ ഇറാന്റെ അപ്രതീക്ഷിതമായ ഒരു പ്രത്യാക്രമണമാണ് ഇപ്പോൾ ഈ യുദ്ധത്തെ ഒരു കൈവിട്ട അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ മധ്യപൂർവേഷ്യയെ ആകെ ഒരു അശാന്തിയിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത് ഇറാന്റെ അപ്രതീക്ഷിതമായ തിരിച്ചടി തന്നെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഡിസംബറിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ചയിൽ തന്നെ ഇറാനെ ആക്രമിക്കാനുള്ള ഈ ഒരു പദ്ധതിക്ക് ഏകദേശ രൂപമായി എന്നാണ് ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനുശേഷം വീണ്ടും ഫെബ്രുവരിയിൽ ഒരു കൂടിക്കാഴ്ച നടക്കുന്നു. അന്ന് ഈ അയത്തുള്ള ഖമനയെ വധിക്കാനുള്ള തീയതി വരെ നിശ്ചയിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ചില നിരീക്ഷണങ്ങൾ, ചില റിപ്പോർട്ടുകൾ. അതനുസരിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഫെബ്രുവരി 28-ന് ഒരു സംയുക്ത ആക്രമണം ഇവർ ആസൂത്രണം ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ ഇവരുടെ ഒരു പദ്ധതി എന്ന് പറയുന്നത് ഇസ്രയേൽ ഇറാനെ ആക്രമിക്കുന്നു, അവരുടെ ഖമനയെ വധിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇറാനിൽ നിന്നൊരു പ്രത്യാക്രമണം ഉണ്ടാവും. അപ്പോൾ ഒരു പ്രതിരോധ തന്ത്രം എന്നുള്ള നിലയ്ക്ക് ഈ അമേരിക്ക കൂടി ഈ യുദ്ധത്തിന്റെ ഭാഗമാകുന്നു. ഇതായിരുന്നു ഇവരുടെ ഒരു പദ്ധതി. എന്നാൽ ഈ ഒരു ഇതിന് നിൽക്കാതെ തന്നെ ഇസ്രയേലും US-ഉം സംയുക്തമായി തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതിന് തിരിച്ചടിയായി ഇറാൻ ആക്രമിക്കുന്നതാകട്ടെ ഗൾഫ് രാജ്യങ്ങളിലെ US എയർബേസുകളെയാണ്, US-ന്റെ വ്യോമതാവളങ്ങളെയാണ്. ഈ ആക്രമണം പ്രതീക്ഷിച്ചതിലും അതിതീവ്രമായിട്ടുള്ള തിരിച്ചടിയാണ് ഇറാൻ നടത്തിയത്. കേവലം ഏതെങ്കിലും ഒരു രാജ്യത്തെ മാത്രമല്ല, ഖത്തറിനെ ലക്ഷ്യം വെക്കുന്നു, ബഹ്റൈനെ ലക്ഷ്യം വെക്കുന്നു, സൗദിയെ ലക്ഷ്യം വെക്കുന്നു, UAE ലക്ഷ്യം വെക്കുന്നു. ഏറ്റവും ഒടുവിൽ ഒമാനെ പോലും, തങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ തങ്ങളുടെ താല്പര്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒമാനെ പോലും ലക്ഷ്യം വെക്കുന്ന ഒരു തരത്തിൽ ഇറാൻ അതിശക്തമായ ഒരു പ്രത്യാക്രമണം നടത്തുന്നു. ഇതോടുകൂടി ഈ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കണം എന്നത് സംബന്ധിച്ച് US-ന്റെ ഒരു നേതൃനിരയ്ക്കും ഒരു വലിയ ആശയക്കുഴപ്പം ഇപ്പോൾ നേരിടുന്നുണ്ട് എന്നാണ് പല മാധ്യമങ്ങളും അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്ന് മാത്രമല്ല, US-ൽ ആഭ്യന്തരമായി ഈ യുദ്ധത്തിനോട് അവിടുത്തെ ജനങ്ങൾക്ക് തീരെ താല്പര്യമില്ല. ഇത് ട്രംപിനെതിരെ അവിടെ വലിയ പ്രതിഷേധങ്ങൾ അരങ്ങേറുന്ന ഒരു സാഹചര്യമുണ്ടായി. ട്രംപ് അനുകൂലികൾ പറയുന്നത് ഇത് തീവ്രവാദത്തിനെതിരായ യുദ്ധമാണ്, ലഹരിക്കെതിരായ യുദ്ധമാണ്, ആണവ നിർവ്യാപനത്തിന് വേണ്ടിയുള്ള യുദ്ധമാണ് എന്നൊക്കെ ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ യുദ്ധത്തിന് ഇപ്പോഴത്തെ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് അമേരിക്കയെ തള്ളിവിടേണ്ട ഒരു സാഹചര്യം എന്തായിരുന്നു എന്ന് അവിടുത്തെ ജനങ്ങൾ ചോദിക്കുന്നുണ്ട്, അവിടുത്തെ ഡെമോക്രാറ്റുകൾ ചോദിക്കുന്നുണ്ട്. നമുക്ക് ഈ ഘട്ടത്തിലെല്ലാം തന്നെ നമുക്കറിയാം, ഇറാനും US-ഉം തമ്മിൽ ഒരു ആണവ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നതിനിടെയായിരുന്നു ഈ ആക്രമണം നടക്കുന്നത്. 2 ഘട്ട ചർച്ചകൾ നടന്നു, ജനീവയിൽ ഉൾപ്പെടെ ചർച്ചകൾ നടന്നു. ഇതിലെല്ലാം ഒരു പുരോഗതിയുണ്ട്, വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്ന് ഒമാന്റെ വിദേശകാര്യമന്ത്രി കഴിഞ്ഞ ദിവസം കൂടി ട്വിറ്ററിലൂടെ അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇപ്പോഴത്തെ ഈ ആക്രമണം, തിടുക്കപ്പെട്ടുള്ള ഒരു ആക്രമണം എന്തിനായിരുന്നു എന്നാണ് US-ലെ ജനങ്ങൾ, മാധ്യമങ്ങൾ ഒക്കെ ചോദിക്കുന്നത്. അവിടുത്തെ US-ന്റെ ഒരു ആദ്യ ആവശ്യം എന്ന് പറയുന്നത് ഇറാൻ അവരുടെ ആണവ സമ്പുഷ്ടീകരണം കുറച്ചുകൊണ്ടുവരണം എന്നതായിരുന്നു ആദ്യഘട്ടത്തിലെ ആവശ്യം. അതിനുശേഷം ഈ ചർച്ച ഒരു പ്രത്യേക ഘട്ടം പിന്നിടുന്ന സമയത്ത് US അവരുടെ ഒരു നയം മാറ്റി. അതായത് ആണവ പദ്ധതി പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കണം എന്നുള്ള ഒരു ആവശ്യം ഇറാന് മുന്നിലേക്ക് വെക്കുന്നു. അതിനുശേഷം അവരുടെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി പൂർണ്ണമായും ഉപേക്ഷിക്കണം എന്നുള്ള രണ്ടാമത്തെ ഒരു പുതിയ ആവശ്യം കൂടി അമേരിക്ക ഇറാന് മുന്നിൽ
വെക്കുന്നു. തീർച്ചയായിട്ടും ഇത് ഒരു പരമാധികാര രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതിരോധ സൈനിക പദ്ധതികൾ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു പരമാധികാര രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സ്വീകാര്യമായ ഒരു നിർദ്ദേശങ്ങളല്ല. അതുകൊണ്ട് തന്നെ ഇറാൻ അതിനെ എതിർക്കുന്നു. അതായത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ചില നിർദ്ദേശങ്ങൾ അമേരിക്ക മുന്നോട്ട് വെക്കുമ്പോൾ ഇറാൻ സ്വാഭാവികമായിട്ടും ഇറാൻ അതിനെ എതിർക്കുന്നു. അതിന്റെ പേരിൽ ഈ ചർച്ച അലസി പിരിയുന്നു എന്നുള്ള ഒരു പരിപ്രേക്ഷ്യം ഈ ട്രംപ് ഉൾപ്പെടെയുള്ള അമേരിക്ക മുന്നോട്ട് വെക്കുകയാണ്. ഈ ചർച്ച പരാജയപ്പെടുന്നുവെന്ന്. അതേസമയം അങ്ങനെയല്ല. ഈ ചർച്ചയിൽ കാര്യമായ പുരോഗതി ഉണ്ടായി എന്ന് ഒരു മൂന്നാം കക്ഷികൾ പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇനിയും ചർച്ചയ്ക്ക് സാധ്യതയുണ്ട് എന്നിരിക്കെയാണ് അമേരിക്ക ഇങ്ങനെ ഇസ്രയേലിന്റെ ഒരു സമ്മർദ്ദത്തെ തുടർന്ന് ഇങ്ങനെ ഒരു ആക്രമണത്തിന് ഇറങ്ങി പുറപ്പെട്ടത്. പക്ഷേ ഈ യുദ്ധം തുടങ്ങുമ്പോൾ ട്രംപ് പറഞ്ഞത് അവിടുത്തെ റെജീം ചേഞ്ച്, അതായത് ഈ ഇസ്ലാമിക റിപ്പബ്ലിക്കിനെ അവിടെ നിന്ന് പുറത്താക്കുക, പകരം പുതിയ ഭരണകൂടത്തെ പ്രതിഷ്ഠിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യമെന്നാണ്. പക്ഷേ ഈ യുദ്ധം തുടങ്ങുമ്പോൾ US പ്രതീക്ഷിച്ചത് അവിടുത്തെ ഒരു ആഭ്യന്തര സംഘർഷം, ഇറാൻ വലിയ ആഭ്യന്തര സംഘർഷത്തിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവർ ഈ യുദ്ധം തുടങ്ങിയത് എന്നത് വളരെ ശ്രദ്ധേയമാണ്. അവിടെ അതിരൂക്ഷമായ വിലക്കയറ്റം നേരിടുന്ന ഒരു രാജ്യമാണ് ഇറാൻ. അത് മാത്രമല്ല, ഇപ്പോൾ കൊല്ലപ്പെട്ട അലി ഖമനയുടെ ഒരു ഏകാധിപത്യ ഭരണ സംവിധാനം, ഇതിനെതിരെയെല്ലാം വലിയ ജനരോഷം ഇരമ്പി നിൽക്കുന്ന ഒരു സമയത്താണ് ഈ ആക്രമണം ഉണ്ടായത്. അപ്പോൾ അവിടെ ഒരു അസ്ഥിരത രൂപപ്പെടുന്ന സമയത്ത് അവിടുത്തെ ജനങ്ങൾ സർക്കാരിനെതിരെ തിരിയുകയും അവിടുത്തെ ഭരണകൂടത്തെ അട്ടിമറിക്കുകയും ചെയ്യും. അതുവഴി അവിടെ ഒരു ഭരണമാറ്റം സംഭവിക്കും എന്നതായിരുന്നു ഇസ്രയേലിന്റെയും US-ന്റെയും കണക്കുകൂട്ടൽ. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയായിരുന്നു അവരുടെ പരമപ്രധാനമായ ആവശ്യവും. കാരണം നേരത്തെ ഈ ഗസയിൽ ഹമാസിനെതിരായ യുദ്ധം നയിക്കുമ്പോൾ ഹമാസിനെ വലിയ പിന്തുണ നൽകിയത് ഇറാനാണ്. പരോക്ഷമായിട്ടാണെങ്കിലും വലിയ പിന്തുണ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതുപോലെ തന്നെ ലെബനനിലെ ഹിസ്ബുല്ലയും ഇറാന്റെ തണലിൽ കഴിയുന്ന ഒരു നിഴൽ സംഘടനയാണ്. ഇറാന്റെ നിഴൽ സൈന്യങ്ങളാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഹിസ്ബുള്ളയാകട്ടെ, ഈ പറയുന്ന ഹമാസ് ആകട്ടെ, ഇവരെല്ലാവരും തന്നെ ഹമാസിനെയും ഹിസ്ബുള്ളയും എല്ലാം ആ രീതിയിൽ വീക്കാക്കി കൊണ്ടാണ് ഇപ്പോൾ ഇറാനിൽ ഒരു ഭരണകൂട മാറ്റം എന്ന നിലയിലേക്കുള്ള കാര്യങ്ങളിലേക്ക് പോയത്. അതിനുള്ള നടപടികളിലേക്ക് അതിലേക്ക് നയിക്കുന്ന ഒരു ആക്രമണത്തിലേക്ക് അവർ പോയത്. പക്ഷേ ആ രീതിയിൽ അമേരിക്കയോ ഇസ്രയേലോ പ്രതീക്ഷിച്ചതുപോലെയല്ല. വലിയ രീതിയിലൊരു ചെറുത്തുനിൽപ്പ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ആദ്യ ദിവസത്തെ ആക്രമണത്തിൽ തന്നെ പരമോന്നത നേതാവ് അടക്കം വലിയ സൈനിക കമാൻഡർമാരടക്കം അവരുടെ ജീവനടക്കം നഷ്ടപ്പെട്ടിട്ടും ഇപ്പോഴും ചെറുത്തു നിൽക്കുകയാണ് ഇറാൻ. എത്ര കാലത്തേക്ക് യുദ്ധം പോകും എന്നത് തന്നെയാണ് ഏറ്റവും നിർണായകമായ ചോദ്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.